ഹായ് കൂട്ടുകാരെ, കോവയ്ക്ക ഉപ്പേരി പരിചയപ്പെടുത്തി തരാം. ഞാൻ വയ്ക്കുന്ന രീതി ഇങ്ങനെ വട്ടത്തിൽ നൈസായിട്ട് കോവയ്ക്ക കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പിടി ചെറിയ ഉള്ളി ഇങ്ങനെ കനം കുറച്ച് അരിഞ്ഞിട്ടുണ്ട്. 2 പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 3 അല്ലി വട്ടത്തിൽ നൈസാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നു. നല്ല പോലെ ഇളക്കാം. ബ്രൗൺ നിറമാവുന്നത് വരെ ഇളക്കി കൊടുക്കാം. പന്തലിൽ വള്ളിയായി പടർന്നു കയറി കായ്ക്കുന്ന ഒരു പച്ചക്കറിയാണ് കോവയ്ക്ക. ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഈ ഒരു പച്ചക്കറിക്ക് ഉണ്ട്. പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പറ്റിയ ഒരു പച്ചക്കറിയും കൂടിയാണ് ഇത്. വളരെ പെട്ടെന്ന് തന്നെ അവരുടെ പ്രമേഹം കൺട്രോൾ ആവാൻ കോവയ്ക്ക സഹായിക്കും. ഇപ്പോൾ ഉള്ളിയെല്ലാം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഉള്ളി ഒരിക്കലും കരിയാൻ പാടില്ല. ഈ ഒരു പരുവാകുമ്പോൾ നമ്മൾ ഈ ഒരു കോവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇളക്കുക. ഇത് കഴുകി വാരിയ വെള്ളം മതിയാവും. അതിലേറെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം ഇല്ല. ഇനി ഇതിന് വേണ്ട ഉപ്പ്, പാകത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പാകമാകാൻ ശ്രദ്ധിക്കണേ. ഇതിൽ ഉപ്പ് കുറച്ചേ പിടിക്കുള്ളൂ. കുറച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. നല്ല പോലെ ഇളക്കിയ ശേഷം നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ, ഒരുപാട് തീ പാടില്ല എന്നാൽ കുറയാനും പാടില്ല, അങ്ങനെ ഒരു ഫ്ലെയിമിൽ നമുക്കിത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനത് തുറക്കുകയാണ്. അതിനുശേഷം ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. കോവയ്ക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. നല്ലോണം മൊരിഞ്ഞു വരണ വരെ നിർത്താതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ ഉപ്പേരി ഇപ്പോൾ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് വലിഞ്ഞിങ്ങനെ മൊരിയണം. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടുള്ളൂ. നല്ല പരുവായി വന്നിട്ടുണ്ട്. ആഹാ, ഇത് ഏറ്റവും നല്ലത് കഞ്ഞിക്കൊപ്പം കഴിക്കാനാണ്. ട്രൈ ചെയ്യൂ. ഈ ഒരു ഉപ്പേരി നിങ്ങൾ വെക്കുമ്പോൾ വെന്ത് കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ നിർത്തിപ്പോകരുത്. ഇതൊരു 10 മിനിറ്റോളം ഇങ്ങനെ മൊരിയാൻ സമയമെടുക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി മറിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി കിട്ടുക. അങ്ങനെ വേണം ട്രൈ ചെയ്യാൻ. വെച്ചു നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.